അതായത് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അന്വേഷണമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹം, മാധ്യമം ഇതൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ചർച്ചകൾ വേണ്ടാത്ത വഴിക്ക് പോകുന്നു എന്ന് ചർച്ചകളൊക്കെ ശ്രദ്ധിക്കുന്ന അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇതിലിപ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട കുറ്റാരോപിതരായിട്ട് ജയിലിൽ കിടക്കുന്ന ശ്രീ പത്മകുമാർ അല്ലെങ്കിൽ ശ്രീ വാസു തുടങ്ങിയുള്ള ആളുകളെ എന്തുകൊണ്ടാണ് അവരുടെ പാർട്ടി CPM സസ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച്. കാരണം ആ പാർട്ടിയാണ് നാട് ഭരിക്കുന്നത്, മുഖ്യമന്ത്രി അവരുടെ നേതാവാണ്, ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കിപ്പോൾ ഒരു നടപടിയും ഇല്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് സത്യം പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല. ഈ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തിരിയാത്ത മാതിരി തന്നെ ഈ തരത്തിൽ നേരത്തെ MLA ആയിരുന്ന ഒരാളാണ് പത്മകുമാർ, അദ്ദേഹം ഈ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്ന ആളാണ്, അങ്ങനെ വാസു ഒക്കെ അതിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ള സാധാരണഗതിയിൽ പാർട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലും ചെയ്യാതിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യം CPM-നുണ്ട് എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഇതിലുള്ള ഒരു ഏറ്റവും വലിയൊരു സംഗതി വെച്ചാൽ, ഇത്ര വലിയൊരു ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു കൊള്ള ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് അതിൽ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ പദവി പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ആളുകൾ, പാർട്ടിയിലും വലിയ ആളുകളായിരിക്കെ അവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും അവർ ജയിലിൽ കിടക്കുകയും ചെയ്യുമ്പോൾ അവർ ശരി സസ്പെൻഡ് ചെയ്താലൊന്നുമില്ലല്ലോ, അപ്പോൾ അവർ കുറ്റവാളികളല്ലാതെ കോടതി പറഞ്ഞു, തിരിച്ചെടുക്കാമല്ലോ. അപ്പം അതുപോലും ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയിൽ ഒരു പ്രശ്നം ജനങ്ങൾക്കുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.